അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് വയ്യ. ആ വാ തുറന്നിട്ട് എന്നെങ്കിലും ഒരു സത്യമെങ്കിലും പറയണം, സ്വന്തം പേരെങ്കിലും. രണസുന എന്നുള്ളതല്ല യഥാർത്ഥ പേര്, രേഷ്മ പി തങ്കച്ചൻ എന്നെങ്കിലും ഒന്ന് പറയണം കേട്ടോ. എന്നെങ്കിലും അത് തുറന്നിട്ട് ഒരു സത്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നിരന്തരം രേണുസുതി കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അവരെ കാണാൻ വരുന്ന ആളുകളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിയിലൊരു നന്ദി പ്രകാശനം. അതായത് എന്നെ ചേച്ചി കാണാൻ വന്നിരുന്നു, എന്നെ ചേട്ടൻ കാണാൻ വന്നിരുന്നു, അവർ തന്ന സഹായം എനിക്ക് മരുന്ന് വാങ്ങാൻ ഉപകാരപ്പെട്ടു, വളരെ സന്തോഷം, ഇനിയും ആളുകൾ വരണം. അതായത് പറയാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്, ഇനിയും കിട്ടിയാൽ കൊള്ളാം, കൊള്ളാം 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 കൊള്ളാം. ക്യാൻസർ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെ മിസ്യൂസ് ചെയ്യാം എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഇതേ അസുഖം പിടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അതിനേക്കാൾ മാരകമായ അസുഖങ്ങൾ പിടിപെട്ടിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എനിക്ക് ഇന്നലെ രാത്രിയും കൂടി ഒരു ചേച്ചി എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, എനിക്കിങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആകെയുള്ള ഒരു പോംവഴി, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു, എന്നാലും ഒരിക്കലും ആ വേദന ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പോകില്ല എന്നുള്ളത്. പക്ഷെ രേണുവിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സംശയങ്ങൾ തോന്നുന്ന പറയുന്നത്. ഒന്നാമത്തെ കീമോ കഴിഞ്ഞു, രണ്ടാമത്തെ കീമോയിലേക്ക് കടന്നു, അതിന് കഴിഞ്ഞോ എന്നറിയില്ല. ഇങ്ങനെ കീമോ ചെയ്യുന്ന സമയത്ത് അവരുടെ ആരോഗ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും 10-45 കിലോ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും അനാരോഗ്യരായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ചാടി കളിക്കാൻ കഴിയില്ല. ഇതിൽ എന്താണ് കുട്ടൻസ് എന്ന് എനിക്കറിയില്ല. ഇനി എന്ത് മരുന്നാണ് അവർക്ക് കൊടുക്കുന്നത് എങ്കിൽ ഞങ്ങൾക്കും കൂടി അതൊന്ന് ഡോക്ടറെ തരണേ എന്നാ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോടാ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ പിക്ക് ലൈനൊക്കെ പിടിച്ച് ആട്ടിക്കളിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളത്. അവർക്കൊന്നും വേദന സഹിക്കാൻ പോലും കഴിയുന്നില്ല. 10-60 കിലോ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകൾക്കും ആരോഗ്യമുള്ള ആളുകൾക്കും അനായാസം എത്ര ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് പോലും അത് കഴിയുന്നില്ല. അതെങ്ങനെയാണ് രേണു ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് സംശയത്തിന്റെ ദൃഷ്ടിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ ഷാരിക എന്ന് പറയുന്ന ഒരു ചാച്ചി, ആ ചാച്ചിയുടെ ഇൻട്രോ തന്നെ ഭയങ്കര രസമാണെന്നുള്ളതാണ്. ചാച്ചി വന്നിട്ട് ഇപ്പൊ നിരന്തരമായിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെയുള്ള ഞരമ്പന്മാരെ വിറ്റ് കാശാക്കിയവളാണ് രേണു. രേണുവിന് എങ്ങനെ ജീവിക്കാമെന്ന് അറിയാമെന്നാണ് പറയുന്നത്. അതായത് അവർ ജീവിച്ചു വന്ന വഴി, അവർ കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ, അതിനൊക്കെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു. ഓൺലി ഫോർ വ്യൂവർഷിപ്പ്, അത്രേ ഉള്ളൂ. അവരത് മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. കിച്ചുവിനെ വലിച്ചു കീറുന്നതിന് സപ്പോർട്ടുമായിട്ട് അവർ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ തന്നെ പറയുന്നു, ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് കിച്ചുവിന് രേണുസുതി അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട് 100-500 ഒന്നല്ല വാങ്ങുന്ന, 1000, 2000, 5000 ഒക്കെ വാങ്ങുന്നതെന്നൊക്കെ പറയുന്നത്. ബിഗ് ബോസിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരെങ്ങനെയെങ്കിലും രേണുവിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നതാണെന്നുള്ളതാണ്. പക്ഷേ സഹായിക്കാൻ വരുന്ന ആളുകളെ ഉടനെ തന്നെ മറ്റുള്ള ചാനലിലേക്ക് വിളിച്ച് പറയും, അത് സായി ഒരു AC തന്നിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ സായിയെ അവർ വന്ന് പൊക്കുന്നു, ഇന്റർവ്യൂ എടുക്കുന്നു, അതൊരു സൈഡിലൂടെ നടക്കുന്നു. പിന്നെ ആശുപത്രിയിൽ വന്ന് കാണുന്ന ആളുകളെ ICUവിന്റെ അടുത്തൊക്കെ വെച്ചിട്ട് AI ഫോട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതും സോഷ്യൽ മീഡിയയിൽ ഇടുന്നു എന്നുള്ളതാണ്. അപ്പൊ ദയവ് ചെയ്ത് എന്റെ രേണുവോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാതെ വാ തുറക്കരുത് എന്നുള്ളത്. നിങ്ങൾക്ക് പൈസ വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ ട്രീറ്റ്മെന്റിന് ആവശ്യമായ പണമല്ല താങ്കൾ ഉണ്ടാക്കുന്നത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഭാവി സുരക്ഷിതമാക്കാനുള്ള ഫണ്ട് തന്നെയാണ് താങ്കൾ ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഓരോ ആളുകൾ വരും, ഓരോ ആളുകൾ വന്ന് എന്തെങ്കിലും സഹായിക്കും. ആ സഹായം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുമ്പോൾ, അത് പരസ്യമാക്കുമ്പോൾ അവർക്ക് പോലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഒരാൾ അറിയാതെ തരാൻ നിൽക്കുന്ന ഒരു കാര്യത്തെ ജനങ്ങളെ മുഴുവൻ അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ. അത് അവർക്ക് സത്യത്തിൽ അവർക്ക് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. അവർ ചിന്തിക്കുന്നത് എന്താ, രേണു വയ്യാതെ കിടക്കുന്നു, എന്തെങ്കിലും പോയിട്ടൊന്ന് കാണാം, എന്തെങ്കിലും ഒന്ന് കൊടുക്കാം, ഇത്ര ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ അവരെ പോലും തകർക്കുന്ന രീതിയിൽ താങ്കൾ ഓരോ ഊളത്തരങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയാണെന്നുള്ളതാണ്. താങ്കൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സുവിശേഷമൊക്കെ പാടി സാക്ഷിയാവാൻ പോവുകയാണെന്ന് പറയുന്നില്ലേ, അത് ഏറ്റവും വലിയ കോമഡി ആവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം നിങ്ങൾ ഇതിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ, ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വീണ്ടും ടീംസിന്റെ കൂടെ അങ്ങ് പൊക്കോളും. വീഡിയോസും ആൽബംസും ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ഗൾഫിലുള്ള പരിപാടികളിലേക്ക്, ഉദ്ഘാടനങ്ങളിലേക്ക്. അപ്പൊ പിന്നെ ഈ ഒരു സാക്ഷി പറയുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സാക്ഷി പറയാൻ യോഗ്യരായ ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സാമ്പത്തികം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ആ സാമ്പത്തികം വെച്ചുകൊണ്ട് ദൈവസഹായം കൊണ്ട് കൂടി അങ്ങനെ പറയണം, നിങ്ങളുടെ അസുഖം മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ റുഹിജാനൊക്കെ പറയുന്നത് അതിൽ നിന്ന് ഉണർന്നു വരാൻ പോലും അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. സത്യങ്ങൾ കുറച്ച് പറയാനുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ആത്മാക്കളുടെ കഥ അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് സീമ ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾക്കണം കേട്ടോ. രേണു തന്നെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തതാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഒരാളും അറിയാതെ ചെയ്ത സഹായം അവരെ ജനങ്ങളുടെ മുന്നിൽ ചെണ്ട കൊട്ടി അറിയിച്ചു എന്നാ പറയുന്നു. ഒന്ന് കേട്ടു നോക്കിയേ. അവസ്ഥ ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഫോർത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റു ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട് ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്താന്നുള്ളതല്ല,
ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്നൊരു ഷഫീന, ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം. അപ്പോൾ ഇതെല്ലാം കിടന്ന് ആകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഒരു മെഡിക്കൽ കോളേജിന്റെ ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല ആരുമല്ല അത്, ആരും എന്തും പറയാമെന്നുള്ള ടേമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർത്തനാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല ഷഫീന, നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അതറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. അല്ല അത് സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോന്ന് അന്വേഷിക്കത്തില്ല. നമ്മള് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. മോളെ ഞാന് അത് മാത്രമല്ല, ഒരു നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണ് അത് മോളെ അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് ഞാൻ അല്ല ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിനെ ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. അല്ല ഷഫീന, ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നങ്ങ് പറയണത്. എനിക്കങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവര് പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് സീമ പറഞ്ഞ് ഞാൻ ദാ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജ് ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പം ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താന്ന് മനസ്സിലായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണം പറഞ്ഞാൽ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവര് കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. കാരണം ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരിയൊക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോ അറിയുമായിരിക്കും ഷഫീനിക്ക്, നമുക്ക് പുള്ളിയാണ്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ രേണുവിന് എന്ത് ക്വാളിറ്റി ഉള്ളത്? എല്ലാരും പോയി സഹായിക്കണം എന്ന് പറയുന്നില്ലേ? എന്ത് ക്വാളിറ്റി ഉള്ളത്? ആരോരും അറിയാതെ എന്തെങ്കിലും കൊടുത്തു വരാം എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളെ പോലും സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു കയറിട്ട് കൊടുത്ത് രേണുവല്ലേ. ഇവർ ആ ഒരു സഹായം നൽകി അവർ പോകുമ്പോൾ എന്തിനാണ് ഒരു AI ചിത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും ഇത് AI ചിത്രം ആണെന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ രേണു തന്നെ വന്ന് പറയാണ് ഞാൻ AI ചിത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ളത്. നിങ്ങളാണ് ഇപ്പൊ ആശുപത്രി കിടക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ?
നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകൾ നാളെ വരുമോ? മിക്കവാറും ഇനി ആളുകൾ സഹായിക്കില്ല. അതാണ് അവസാനം ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഈ പൊട്ടത്തരങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടാൻ പോകുന്നത്. കിച്ചു താങ്കളെ വിളിച്ചിരുന്നു എന്നും കിച്ചു താങ്കളുടെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയും വന്നില്ല എന്നും വിളിച്ചില്ല എന്നുമാണ് താങ്കൾ പറയാൻ പോകുന്നതെങ്കിൽ കിച്ചുവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ കോൾ ഡാറ്റ പുറത്തു കൊണ്ടുവരും. ദയവ് ചെയ്ത് അതിന് നിൽക്കരുത്. കിച്ചു ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല, കിച്ചു ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. അങ്ങനെ തന്നെയായിരുന്നു പോരുന്നത്. ഒരു സൈഡിൽ കൂടെ പോരുന്ന ചെക്കനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തത് രേണു തന്നെയാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒന്നും അറിയാത്ത അച്ഛൻ, എല്ലാം അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, അച്ഛൻ വന്നിട്ട് വീണ്ടും വലിച്ചു കീറി 2 ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. ഈ 2 ഇന്റർവ്യൂയിലൂടെയും ആ ഒരു കാര്യം പുറത്തു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ആളുകളുടെയും യഥാർത്ഥ സ്വഭാവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ അസുഖം വന്നിട്ട് അതിൽ നിന്ന് കരകയറാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാവങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഞാൻ കൃത്യമായിട്ട് അവരുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ തരാം, നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഇപ്പൊ ഇതാ സീമ ചേച്ചി രംഗത്ത് വന്നിരിക്കുന്നു. സഹായിക്കാൻ വരുന്ന ആളുകളെ ദയവ് ചെയ്ത് രേണു അത് റിവീൽ ചെയ്യരുത്. കാരണം ഈ കൈ കൊടുക്കുന്നത് ഈ കൈ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പല ആളുകളും. സായി തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ ഇത് കൊടുത്തു വന്ന് നിങ്ങളെ എങ്ങനെ അറിഞ്ഞു? രേണു വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് രേണു കിട്ടുന്നത് വാങ്ങിയിട്ട് ചികിത്സിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ സാക്ഷി പറയാൻ പോവാണെന്നുള്ളത്, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല. എന്നാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നന്നായാലോ എന്നൊരു വിശ്വാസം മാത്രം ഞങ്ങൾക്കുള്ളൂ. പിന്നെ ശാരിക മേഡം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടാ. ആ കത്തുന്ന തീയിലേക്ക് ഡീസലും പെട്രോളും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ കത്തട്ടെ, ആളി കത്തട്ടെ. രേണു അതിർത്ത് ഷെയറും ചെയ്യുന്നുണ്ട്. രേണുവിനെ അറിയില്ലല്ലോ ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തു. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ്.